നമസ്കാരം, ഏവർക്കും മലയാളം ഓൺലൈൻ ക്ലാസ്. രണ്ടാമത്തെ അധ്യായം. അദ്ദേഹത്തിന്റെ പേര് സബർമതി ദൂരത്ത്. തയ്യാറാക്കിയത് ജി ശങ്കരപിള്ള. നിരവധി ഏകാംഗ നാടകത്തിലൂടെ പ്രശസ്തനായിട്ടുള്ള ഒരു രചയിതാവാണ് നമ്മുടെ ജി ശങ്കരപിള്ള. അദ്ദേഹത്തിന്റെ ഒരംഗം, ഒരു ഭാഗം, അല്ലെങ്കിൽ എന്താ പറയാ, ഒരു രംഗം, ഭാഗം അല്ലെങ്കിൽ രംഗം, ഓക്കെ, രംഗം മാത്രമുള്ള സബർമതി ദൂരത്താണ് എന്ന പാഠഭാഗത്തിന്റെ രണ്ടാമത്തെ പാർട്ടാണ് നമ്മൾ ഇന്ന് കൈകാര്യം ചെയ്യുന്നത്. ഒരു വലിയ പാഠഭാഗം ആയതുകൊണ്ട് തന്നെ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, രണ്ട് ഭാഗങ്ങളായിട്ടാണ് ഈ ഒരു ക്ലാസ്സിനെ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത്. അതിനാൽ തന്നെ പറയട്ടെ, ആരെങ്കിലും ആദ്യ ഭാഗം കാണാത്തവരായിട്ടുണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു ക്ലാസ് ശ്രദ്ധിക്കുക. അപ്പോ നമ്മൾ നേരത്തെ തന്നെ നാടകത്തിന്റെ പ്രാധാന്യവും സബർമതി ദൂരത്താണ് എന്ന പാഠം ചർച്ച ചെയ്യുന്ന പ്രമേയവുമെല്ലാം നമ്മൾ എന്ത് ചെയ്തു, ഒന്ന് ചർച്ച ചെയ്തു പോയി. ഈ ഒരു പാഠഭാഗത്തിന്റെ ആദ്യ ഒരു കുട്ടി അഥവാ ശാന്തി എന്ന് പറയുന്ന ജൂബിലൻ സബർമതി ഈസ് ഫാർ ഓഫ്, നൗകലി ഈസ് നിയർ. ഈ ഒരു വാക്യം തന്നെയാണ് ഈ ഒരു പാഠത്തിലുടനീളം പ്രതിധ്വനിക്കുന്നത്. അതിന് കാരണങ്ങളുണ്ട്. നമ്മൾ പതിയെ ഓരോ കഥാപാത്രങ്ങളെ പരിചയത്തിൽ ആശ്രിതനായിട്ട് ഒരുപാട് വർഷം കഴിഞ്ഞിരുന്ന ദേവൻ എന്ന് പറയുന്ന കഥാപാത്രം, ശാന്തിയുടെ രണ്ട് ജ്യേഷ്ഠന്മാർ, കൊച്ചേട്ടൻ വലിയേട്ടൻ എന്ന് പറയുന്ന പോലെ ചെറിയ ജ്യേഷ്ഠൻ, മാധവൻ തികച്ചും എന്ത് വേണമെങ്കിൽ വിളിക്കാവുന്ന, അതിന് അഹങ്കാരവും ഒക്കെയുള്ള കഥാപാത്രമാണ് മാധവൻ. മൂത്ത ജ്യേഷ്ഠൻ വേണു അന്ധനായിട്ട് മാറിയതിന്റെ കാരണം അദ്ദേഹം തന്നെ വിശദീകരിച്ചു. കോട്ടും സൂട്ടും അണിഞ്ഞ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ കലഹിച്ചു നടന്ന മനുഷ്യമൃഗങ്ങളുടെ സമ്മാനിച്ച സംശയത്തില് കാര്യത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ വേണു കേരള സാഹചര്യത്തിലേക്ക് കടക്കുകയും അത് പറയുകയും ചെയ്തു. പിന്നീട് അങ്ങോട്ട് ത്തിലേക്ക് പോകുന്ന വെള്ളം തടയാനായിട്ട് ആവശ്യം നമ്മൾ കണ്ടു. അങ്ങനെ തേവൻ പോയി കഴിഞ്ഞ് ഒരു വെടിക്ക് രണ്ടു പക്ഷി. കാസിമിന്റെ നിലത്തേക്കുള്ള വെള്ളവും തടയാം. ഇനിയിപ്പോ അഥവാ കാസിം ഉപദ്രവിക്കുകയാണെങ്കിൽ രണ്ടെണ്ണ മാധവന്റെ അടുത്താണ് നമ്മൾ അവസാനിച്ചത്. അപ്പോ എന്താണ് നൗകലി എന്നും എന്താണ് സബർമതി എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുന്ന അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. ഇത് അറിയാത്തത് ശാന്തിയുടെയും അല്ലെങ്കിൽ ഈ പരമല്ല എന്നത്, പകരം അദ്ദേഹം ആ ഒരു തലമുറയുമാണ്. എന്താണ് പറഞ്ഞു കൊടുക്കേണ്ടത് അത് പറഞ്ഞു കൊടുക്കാതെ പകരം മറ്റു പലതും പറഞ്ഞു കൊടുത്ത ആ ഒരു പ്രവണതയാണ് ഈ പറയുന്ന വേണു കളിയാക്കുന്നത് അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുന്നത്. സോ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാ തവണയും പറയുന്ന പോലെ തന്നെ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പോവാണ്. സ്ക്രീൻ ഷെയർ ചെയ്തതിനു ശേഷം നമ്മൾ കാര്യങ്ങൾ ചർച്ച ചെയ്യും. എന്തെങ്കിലും സംശയങ്ങൾ തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കുറിച്ച് വെക്കുക, ചോദിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യും. ഓക്കെ.
നമ്മൾ ഇവിടെ വരെയാണ് എടുത്തത്. പോയി കഴിഞ്ഞ ഉടൻ ഒരു സംഭാഷണം പോലും ഇഷ്ടപ്പെടാത്ത ഒരു തമ്പുരാൻകുട്ടി തന്നെയാണ് നമ്മുടെ മാധവൻ എന്ന് പറയുന്നത്. എന്നാൽ ശാന്തിയും വേണുവുമാവട്ടെ പണ്ടത്തെ തമ്പുരാൻ സമ്പ്രദായത്തിൽ നിന്ന് തന്റെ തന്നെ തമ്പ്രാട്ടി എന്ന് പോലും വിളിക്കാനായിട്ട് ആഗ്രഹിക്കാത്ത ഒരു കുട്ടിയാണ് ശാന്തി എന്ന് പറയുന്നത്. മാധവന്റെ ചോദ്യത്തിന് ഒരു നിശബ്ദത മാത്രമാണ് മറുപടി. വീണ്ടും ചോദ്യം, നീ പഠിക്കാൻ ആ സമയത്ത് എന്തിനാ ഇങ്ങനെ പഞ്ചായത്ത് പറഞ്ഞ് നടക്കുന്നത്? എന്താ അതിനൊക്കെ ഒരു അർത്ഥം? താൻ പഠിക്കുകയായിരുന്നു എന്ന് പറഞ്ഞപ്പോ അതാണല്ലോ താൻ കണ്ടതും കേട്ടതും എന്ന് തിരിച്ചു പറയുന്ന മാധവൻ. പഠിക്കുന്നിടത്ത് എന്തിനാണ് ഈ അട്ടഹാസവും ബഹളവും? ഏട്ടന്റെ മുന്നിൽ വെച്ച ഓരോ ചോദ്യത്തിനും വളരെ നല്ല എന്താ പറയാ ശാന്തി പറയുന്നത്, ഞാനൊരു സംശയം ചോദിച്ചു, അത് വേണുവേട്ടൻ പറഞ്ഞു തരികയായിരുന്നു. ഓ, പറഞ്ഞു തരാൻ കണ്ട ഒരാള്. അപ്പോ വളരെ വ്യക്തമായി തന്റെ അഭിപ്രായം ശാന്തി പങ്കുവെക്കുന്നുണ്ട്. എനിക്ക് ഏട്ടനും വേണുവേട്ടനും ഒക്കെ തന്നെയാണ്, ഒരുപോലെ തന്നെയാണ്. പക്ഷെ ആ ശാന്തിയുടെ പ്രസ്താവന മാധവന് ഇഷ്ടപ്പെടുന്നില്ല. കാരണം ഒരു പൊടിക്ക് മനസ്സിൽ തന്നെക്കാൾ ഇഷ്ടം വേണുവേട്ടനോടാണ് എന്നുള്ളൊരു തോന്നല് മാധവനുണ്ട്. അപ്പൊ അതിനാൽ തന്നെ വലിയ സത്യവതി നമ്മളെ ഹരിശ്ചന്ദ്രൻ സത്യവതി എന്നൊക്കെ പറയൂ അല്ലെ, രണ്ട് കഥാപാത്രങ്ങളാണ് ജീവിച്ച ചേട്ടനേക്കാൾ ആ ചേട്ടനെ തന്നെയാണ് നിനക്ക് ചോറ് തരാൻ പാടുപെടുന്ന ആളാണ്, അതായത് ഞാൻ മാധവന്. ചുമ്മാ അടുത്തിരുന്നോണ്ട് ചളുചളാ തപ്പുന്ന മറ്റൊരുവൻ, കണ്ണു കാണാത്ത വേണുവിന്. കൂറ് വേണ്ടത് അങ്ങോട്ട് തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. മുനവച്ച സംസാരത്തിൽ മിടുക്കവന്റെ സംസാരം. പക്ഷെ ശാന്തിക്ക് അതൊന്നും ഇല്ല എന്നുള്ളത് അവരുടെ സംസാരത്തിൽ കൊണ്ട് അല്ലെ, ഞാൻ അധ്വാനിച്ചു കൊണ്ടുവരുന്നു, ആ കണ്ണു കാണാത്ത ആ ഏട്ടൻ, ഏട്ടൻ എന്ന് പറയുന്നില്ല, ഈ പറഞ്ഞ പോലെ തന്നെ മൂപ്പരിന്ന് കഴിക്കുന്നു. ആകാഞ്ഞിട്ടല്ലേ, കണ്ണ് രണ്ടും ഇല്ല. നിസ്സഹകരണം, ഹിന്ദു മുസ്ലിം മൈത്രി എന്നൊക്കെ പറഞ്ഞ് കൊടിയും പിടിച്ച് നിലവിളിയേണ്ട നടന്നു. വീട്ടിലെ അടുപ്പിൽ തീ പോകാൻ അറിഞ്ഞിട്ടുണ്ടോന്ന്? എന്താ നീ ഒന്നും മിണ്ടാത്തെ? നിനക്ക് ഞാനും ഈ വീട്ടിലുള്ള അതിനൊന്നും മറുപടി. അച്ഛൻ മരിച്ചപ്പോ നീയും നിന്റെ ചേട്ടനും നാഴികയ്ക്ക് 100 വട്ടം വാഴ്ത്തുന്ന അച്ഛൻ മരിച്ചില്ലേ? എവിടെയായിരുന്നു നിന്റെ ഈ വാത്സല്യം പെരുത്ത ചേട്ടൻ? ഒരു നുള്ളു വായ്ക്കരി ഇടാനായിട്ട് ഇവിടെ ഉണ്ടായിരുന്നത് ഞാനാണോ അതോ ആ ചേട്ടനാണോ? അപ്പോ ഇതൊക്കെ മനസ്സിൽ വെച്ചാണ് വേണുവിനെ കുറ്റപ്പെടുത്താൻ വെച്ചിട്ട് നമുക്ക് വേണുവിന്റെ കഥാപാത്രത്തെ ഉൾക്കൊള്ളാനായിട്ട് കഴിയും. നിസ്സഹകരണ പ്രസ്ഥാനം, മതമൈത്രി, അല്ലെ, കൊടിയും പിടിച്ചുള്ള നടത്തം, ഒരു തികഞ്ഞ അല്ലെ അച്ഛനെ പോലെ ഒരു ആദർശക്കാരനായിരുന്നു നമുക്ക് മനസ്സിലാക്കാം. അച്ഛനും അതേ തന്നെ, രണ്ടുപേരും
ശാന്തി അതിന് ഉടൻ തന്നെ ശാന്തി മറുപടി പറയുന്നുണ്ട്, ചേട്ടൻ അന്ന് ജയിലിലായിരുന്നില്ലേ. ആ ആദിയല്ലേ ചേട്ടനെ, അല്ല ചേട്ടനെ കുറിച്ചുള്ള ആ ആദ്യമല്ലേ അച്ഛൻ ഇത്ര വേഗം കൊന്നത്. അത്രയൊന്നും പറയണ്ട ചേട്ടാ. അച്ഛന് ഇഷ്ടം. എന്നിട്ടാണ് അവസാനം ഈ മാധവനെ എഴുതി വെച്ചത് വേണുവിനോട് ഇഷ്ടണ്ടായിട്ടാ, അങ്ങനെ വേണുവിന് എഴുതി വെക്കുക എന്നുള്ള മറുചോദ്യം. ശാന്തി അത്ര ചെറിയ കുട്ടിയൊന്നല്ല. അവളും പറയുന്നുണ്ട് വലിയ കാര്യം വിളിച്ചു പറഞ്ഞത് എന്താ, കട്ടോ മോട്ടിച്ചോ പിടിച്ചു പറിച്ചോ എങ്ങനെങ്കിലും ഈ വീട്ടിൽ അന്നത്തടം പോകുന്നുണ്ട്. മരിക്കുന്നതിന് മുമ്പ് തുടങ്ങിയതാണിത്, ഈ നിമിഷം വരെ തുടർന്നു പോകുന്നു. അപ്പൊ എനിക്ക് അതിനുള്ള അധികാരവും ഉണ്ട്. ഇതാണ് പറയുന്നത്. സിമ്പിളായി പറഞ്ഞാൽ അല്ലെങ്കിൽ വീട്ടിലെ ഭക്ഷണം, വീടിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് മാധവനാണ്. അതിൻ്റെതെല്ലാം ഒരു അഹങ്കാരം മാധവന് ഉണ്ട് താനും. അപ്പൊ ആ അഹങ്കാരം കൊണ്ട് തന്നെയാണ് പറയുന്നത് എനിക്ക് അധികാരവും ഉണ്ട്. എന്നിൽ നിന്ന് തീർച്ചയായും ശാന്തിയുടെ മറുപടി അത് ഏട്ടനെ വിളിച്ചത്. കാരണം മാധവൻ അനിയനാണ്, വേണുവേട്ടൻ എന്റെയും ഏട്ടന്റെയും ഏട്ടനാണ്. അതൊക്കെ ഓക്കെ, പക്ഷെ ഞാനാണ് ചെലവിനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അപ്പൊ അല്പം ഒന്ന് ചെവി കൊണ്ടാൽ എന്താണ് എന്ന ചോദ്യം. ഇതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്താണ് ഇപ്പോ ഏട്ടൻ മര്യാദകേട് അല്ലെങ്കിൽ ഇത്രയും ക്ഷോഭം ഉണ്ടാകുന്ന വിധം വേണുവേട്ടൻ എന്ത് ചെയ്തു? ഞാനിപ്പോ വന്നപ്പം കണ്ടത് എന്തോന്നാ, അത് മര്യാദകേടല്ലേ. എന്താന്ന് മനസ്സിലായോ? ആ തേവനെ, തേവനോട് തേവനോട് അവരിരുവരും ഒരു വ്യക്തി എന്ത് ചെയ്യുന്നു, ഇതാക്കുന്നു. നിനക്കും നിന്റെ വേണുകേട്ടനും അതൊക്കെ പ്രത്യേകിച്ച് ഒന്നും ആവില്ല. തേവനെ ഏട്ടനല്ലേ വരാൻ പറഞ്ഞത് എന്നൊരു ചോദ്യം. ഞാൻ വരാൻ പറഞ്ഞതുകൊണ്ട് വിളിച്ച് എനിക്ക് ഒപ്പം സൽക്കരിക്കണോ? വീടിനകത്ത് കയറ്റി കുശലം പറയുന്ന പറ്റാത്തത്. എത്രയോ കാലമായി വീടിനോട് അടുത്ത ബന്ധമുള്ള തേവൻ പ്രായമുള്ള തേവൻ ശാന്തിയുടെ മനോഭാവത്തിൽ വീണ്ടും ചോദിച്ചു, എന്നാൽ അമ്മാവന്റെ സ്ഥാനത്ത് എന്തായാലും അമ്മാവൻ അല്ലേ. ാണ് എന്ത് ചെയ്യുന്നത്, അവൻ തന്നെ അല്ലോ എന്ന് പറയുന്നത്. ആ ഒന്ന് രണ്ട് ഭാഗത്തും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് അതിനെ കുറിച്ച് പറയാം. ഏതായാലും
അത് സംഭാഷണത്തിന്റെ അന്ത്യത്തോടടുത്ത് ഉള്ളിൽ നിന്ന് ഈ സംഭാഷണമെല്ലാം കേട്ടുകൊണ്ട് വേണു വരുന്നുണ്ട്. ഒരു സ്റ്റൂളിൽ തട്ടി ശബ്ദമുണ്ടാക്കത്തക്ക രീതിയിൽ അദ്ദേഹം അടുത്തേക്ക് അല്ലെങ്കിൽ മുൻപിലോട്ട് വരികയാണ്. അന്ധനാണല്ലോ. പെട്ടെന്ന് അദ്ദേഹം നിൽക്കുന്നു. ശാന്തിയുടെ കയ്യിൽ പെട്ടെന്ന് പിടിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു, എന്റെ കണ്ണേ പൊട്ടിയിട്ടുള്ളൂ അല്ലേ? പച്ചമലയാളത്തിന്റെ കണ്ണേ പൊട്ടിയിട്ടുള്ള ഒരു കുഴപ്പമില്ല എന്നർത്ഥം. അല്ല, ഇതിപ്പോ ആരോടാ പറയണേ? നിന്നോട്, നിങ്ങളോട്, എന്തിന്? എല്ലാരോടും. അതായത് ഈ പറയുന്ന കുറ്റപ്പെടുത്തലുകളും ഭക്ഷണത്തിന്റെ കണക്കുകളും വേണുവിനെ ഓ, ഇഷ്ടപ്പെടാത്തതൊന്നും ആരും പറഞ്ഞുകൂടാ. വേണോട്ടാ, നമുക്ക് അകത്തേക്ക് പോകാം. ശാന്തി വേണുവിനോടായിട്ട് സമാധാനത്തിന്റെ പക്ഷം. മനുഷ്യരാണെങ്കിൽ ഞാൻ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് കണ്ടേനെ. കാര്യം പക്ഷെ വന്നത്, എന്റെ ഈ കണ്ണു പൊട്ടിയത്, കണ്ടവന്റെ ആട്ടും അടിയും കൊള്ളുന്നത്, നടക്കാൻ ഒരാളിന്റെ സഹായം വേണ്ടത്, ഇതെല്ലാം മനുഷ്യൻ വരുത്തി വെച്ചതാണ്. മനുഷ്യനാണ് ഇതിനെല്ലാം കാരണമാക്കുന്നത്. അത് നേതാവാക്ക. നിനക്ക് അത്രയ്ക്ക് അല്ലേ? നിനക്കൊക്കെ അത്രയ്ക്ക് ഇക്കാര്യങ്ങൾ വിവരമുള്ളൂ. അങ്ങനെ തോന്നും. പക്ഷേ ആ വിവരക്കേട് കൊണ്ടാണ് ചേട്ടനും അനിയത്തി ഇന്ന് കഞ്ഞി കുടിക്കുന്നത് ഓർമ്മ വേണം. അയ്യോ, അത് രണ്ടുപേരുടെയും കഴിഞ്ഞില്ല. ഇതൊന്നും നിർത്തിക്കൂടെ രണ്ടുപേർക്കും ഒറ്റയ്ക്ക്? സാധ്യമല്ല. ശാന്തി, അനിയത്തി അകത്തേക്ക് പോകൂ. വേണുവിന്റെ സ്വരം. ശാന്തി, വേണുവേട്ടനെങ്കിലും ഒന്ന് നിർത്തിയ. ഇനി ഇത് പറഞ്ഞൊഴിച്ചില്ലെങ്കിൽ എന്റെ ഹൃദയം തകർന്നു പോകും. എത്ര ദിവസം എന്ന് വെച്ചാ കേൾക്കുക ഈ ചോറിന്റെയും കഞ്ഞിയുടെയും ഇങ്ങനെ കണക്ക്. ചെയ്യുന്നതേ പറഞ്ഞുള്ളൂ, ഇതാരുടെ മുമ്പിലും പറയും. വേണു പറഞ്ഞു, ദുര്യോധനന്റെ ഉരുള. വീണ്ടും ദുര്യോധനന്റെ ഉരുള. എന്താണ് ഈ ദുര്യോധനന്റെ ഉരുള? അതിനൊരു കഥയുണ്ട്. കഥ എന്ന് പറയുമ്പോ ഒരു പുരാണ ഇതില് പെടുന്ന ഒരു സംഭവമാണ് ദുര്യോധനന്റെ ഉരുള എന്ന് പറയുന്ന ആ ഒരു വാക്യത്തിനുള്ളിൽ ഒളിഞ്ഞു നിൽക്കുന്നു. അതായത് നമുക്ക് എല്ലാവർക്കും മഹാഭാരതത്തിലെ ഒരു കഥാപാത്രം അവകാശപ്പെട്ട രാജ്യം കൈയടക്കി ഭരിച്ച സഹോദരൻ എന്ന് പറഞ്ഞാൽ ജ്യേഷ്ഠപുത്രനല്ല, എന്താ പറയുക, ജ്യേഷ്ഠന്മാരുടെ പുത്രന്മാരാണ് ദുര്യോധനന്റെ
പാണ്ഡവപ്പടയും ഒരു മഹായുദ്ധത്തിന് കാരണമായി ആണ് ആ ഭാരതം. ഇവിടെ വേണുവിനോട് കൂടി അവകാശമുള്ള വീട് ആര് സ്വന്താക്കി? മാധവൻ സ്വന്താക്കി. തന്റെ വീട് പോലും സ്വന്തമാക്കിയിട്ട് ഉണ്ട ചോറിന് കണക്ക് പറയുന്നത് കൊണ്ടാണ് സത്യം പറഞ്ഞ ഇവിടെ ദുര്യോധനന്റെ ഉരുള എന്ന് ഇത് പറയുന്നത്. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, അച്ഛന് പണിയില്ലാതെ യാതൊരു വരുമാനവും ഇല്ലാതെ ഈ വീട് പട്ടിണിയിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്ന ആ സമയം, അപ്പോ പറയാ എന്താ? മാധവൻ ശാന്തി വിലക്കാൻ ശ്രമിക്കുന്ന ശാന്തിയോട് പറയുന്നുണ്ട്, പോ. ശാന്തി പോകുന്നില്ല. ഇതെങ്കിലും ഞാൻ പറയുന്നത് അനുസരിച്ച് കളാം, പോ. ശാന്തി വേണുവിനെ ദയനീയമായി നോക്കുന്നു. പക്ഷേ മാധവന്റെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് നമ്മൾ രണ്ടും രണ്ടു വഴിക്കത്തിനെയും കണക്കെടുക്കാറായിട്ടില്ല. അതറിയോ? ഒരു യാഥാർത്ഥ്യം കേട്ടോ. പാതി വഴിയിൽ എത്തിയപ്പോൾ, അല്ലെങ്കിൽ തുടക്കത്തിലും പാതി വഴിയിലും എത്തുമ്പോഴും ഉള്ള നമുക്ക് എന്താ ഉണ്ടാവാൻ പോകുന്നത് അല്ലെ? ആമയും മുയലും ഓട്ട മത്സരം നടക്കില്ല. ഈ പറയുന്ന ജയിക്കുന്നത് ആമയായിരിക്കും. മാറ്റിവെച്ചിരിക്കുന്നത്. വിശ്വസിക്കണ്ട, ഞാനൊന്നും നേടിയിട്ടില്ലെന്നല്ലേ? ശരിയായിരിക്കാം, നിന്റെ ദൃഷ്ടിയിൽ ഞാനൊന്നും നേടിയിട്ടില്ല. നേടിയ സമ്പാദ്യമല്ലേ കൊണ്ടുവച്ച് കാലം നീട്ടിയിരുന്ന് ഉണ്ണുന്നത്. ചിലർ കൂണ് മാത്രമാണ് സമ്പാദ്യം, ഉണ്ണാൻ നേടിയാൽ നേട്ടമായി. ഒരു വാക്യം. ചില ആൾക്കാർക്ക് ഭക്ഷണം അതാണ് സമ്പാദ്യം. അല്ലെങ്കിൽ പണം. ലോകത്തുനിന്ന് പലതും സമ്പാദിക്കാനുണ്ട്. വിദ്യാഭ്യാസം, അനുഭവങ്ങൾ, ജീവിതം, നമ്മളുടെ ഈ പറയുന്ന മറ്റു പലതിനേക്കാളും വലിയ സമ്പാദ്യം. ചിലപ്പോൾ അതൊക്കെ വേണം, ചിലപ്പോൾ നേടിയിട്ടുണ്ടാവാം. ചിലർക്ക് പക്ഷേ ഊണ് മാത്രമാണ് സമ്പാദ്യം. അല്ല, കാറ്റ് നിറച്ച ബഹും പോലെ ആദർശവും പ്രസംഗിച്ച് നടക്കണം. ഒടുവിൽ കാറ്റും പോയി ആളും പോയി. ഇതാ ടപ്പ്. ആദർശവാദിയായിട്ടുള്ള വേണുവിന്റെ കാഴ്ചയും നഷ്ടപ്പെട്ട് അവസാനം ഇപ്പൊ നിൽക്കുന്ന അവസ്ഥയെ മാധവൻ നാട്ടിലാണ് നിൽക്കുന്നത്. അടുക്കണം എന്ന് ഇവിടെ ആർക്കും ആഗ്രഹമില്ല. പക്ഷേ പറയുമ്പോ എന്ത് ചെയ്യരുത്, മുഖം വീർക്കരുത്. ചോറ് തരുന്നു, ചോറ് തരുന്നു, ഇത് പറയുന്നതിന് ഒരു അറുതിയില്ല. അതിനനുസരിച്ച് കൂറ് കാട്ടാത്തിടത്തോളം പറയുക തന്നെ ചെയ്യും. എന്ന് പറയുന്ന കണ്ണി കണ്ട പോലെ നാലാമതക്കാരൻ പിടിച്ച പോലെ കേട്ടല്ലേ. അവന്മാരുടെ തോടെ കൈയിട്ട് അവരുടെ ഇഷ്ടം നോക്കി നടക്കുക.
ഇതൊന്നും എനിക്കിഷ്ടല്ല. എനിക്ക് വീട്ടിൽ നടക്കാൻ പാടില്ല. സ്വന്തം ജാതി എന്ന് എനിക്കറിയാം. ഇത് സ്വന്തം ജാതി സ്നേഹം ഇത്രത്തോളം ഇതാക്കുന്ന ഒരു കഥാപാത്രമാണ് നമ്മുടെ മാധവൻ എന്ന് പറയുന്നത്. അത് അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകളിലും കാണുന്നുമുണ്ട്. അതിൽ കൂടുതലൊന്നും നീ അറിയാണ്ടിരിക്കുന്നു. ഞാൻ കണ്ടത്, ഞാൻ അനുഭവിച്ചത് നീയും കണ്ട് അനുഭവിച്ചിരുന്നെങ്കിൽ. തലയറ്റ മനുഷ്യ ശരീരങ്ങൾ, കണ്ണു തുറന്നാൽ പിഞ്ചു കുഞ്ഞുങ്ങൾ, ഗർഭിണികൾ, രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന അവരുടെ കാഴ്ചകൾ. ഈ കാഴ്ചയൊക്കെ നീയും കണ്ടിരുന്നെങ്കിൽ ചിലപ്പോ നീ ഇങ്ങനെ പറയില്ല. കാരണം ആണ് നീ പൂജിക്കണമെന്ന് ഉപദേശിക്കുന്നത്. അപ്പോൾ നാട്ടില് യുദ്ധവും കലാപവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന മുസ്ലിങ്ങളാണെന്നാണ് മാധവന്റെ പക്ഷം. അത് മുസ്ലിങ്ങളല്ല, മനുഷ്യരാണ് എന്നുള്ള യാഥാർത്ഥ്യം എത്രയായാലും മനസ്സിലാക്കാൻ ആരെക്കൊണ്ട് സാധിക്കില്ല? മാധവനെ കൊണ്ട് സാധിക്കില്ല. വേണു അത് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. മുസ്ലിം, ഹിന്ദു ഒന്നുമല്ല, മനുഷ്യനായിരുന്നു. അല്ലല്ല, മനുഷ്യൻ എന്ന് പറയാൻ പാടില്ല, മൃഗമായിരുന്നു. എന്റെ വേദാന്തവും അല്ലേ ഒന്നും എനിക്ക് കേൾക്കേണ്ട ആവശ്യമില്ല. ആ വേദാന്തം പറഞ്ഞിട്ടാ കണ്ണും കണ്ട് 3 നേരം വെള്ളവും കുടിച്ച് നടക്കുന്നത്. മാധവ, എന്റെ കണ്ണുപോയി, അതിന്റെ നഷ്ടവും വേദനയും ഞാൻ സഹിച്ചോളാം. പക്ഷെ ആ പുണ്ണൽ, ആ മുറിയില് അല്ലെ, പുണ്ണ് മീൻസ് മുറി, ആ മുറിവിൽ നീ ഇങ്ങനെ കൊള്ളിവാക്കിട്ട് കുത്തരുത്. അതാരും കുത്താൻ വരുന്നില്ല. പക്ഷെ ഇവന്മാരെ ഈ പടിക്കകത്ത് വെച്ച് ഞാൻ കാണും. നമുക്ക് പിടിച്ച് പുറത്താക്കാൻ പറ്റൂ? ചോദിച്ചാ പറയും വേണുവട്ടം വിളിച്ചു, ശാന്തി വിളിച്ചു, സഹി കെട്ട്. അല്ല, മിണ്ടാൻ നിൽക്കുന്ന കണ്ടിട്ട് ചോദിക്കാണ്, അല്ല എന്താ മറുപടി പറയത്ത്? ഒക്കത്തില്ലെന്ന് സാരം. ഇന്ന് തന്നെ ഞാൻ വന്നപ്പോ ആ തേവൻ അവനിതാ ഇറയത്ത്, ഇതൊന്നും വല്ല സത്രം മറ്റാണ്. എന്റെ അച്ഛന്റെ തലപ്പുലയനാണിത്. അതറിയോ? അറിയുമേ, അറിയും 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 അറിയും, അതിനേക്കാൾ ഏറെ അറിയും. വേണു കോപം അങ്ങനെ പൊട്ടി മുളച്ചു നിൽക്കുകയാണ്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ആ മാലപ്പെണ്ണും മരിച്ചില്ലേ? എന്തിനാ? മാധവന്റെ ചോദ്യം. വികാരാവേശം കൊണ്ട് അല്ലെങ്കിൽ ഒരു ഇതാണ്, നിനക്കും അമ്മാവനല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അല്ലെങ്കിൽ വേണു വെട്ടണം. സംസാരത്തിൽ നിന്ന് നമുക്ക് അവളോട് വേണുവേട്ടന് ഒരു ഇഷ്ടമുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പൊ അവള് മരിച്ചു, ഇനി എന്തിനാ അയാളെ ഇങ്ങനെ എന്നുള്ള രൂപത്തിലുള്ള ചോദ്യം വന്നപ്പോൾ അത് സഹിക്കാനായിട്ട് ആർക്ക് സാധിച്ചില്ല? വേണുവിന് സാധിച്ചില്ല. എന്റെ ഹൃദയത്തിന്റെ ഒഴിച്ചിട്ടിരിക്കുന്നു. തിരക്ക് പിടിച്ച പട്ടണത്തെരുവിൽ മനുഷ്യ ശരീരം പകുതി കത്തിയും കത്താതെയും കിടന്നു. അപ്പൊ അവളെ ഇഷ്ടപ്പെട്ട, അത്രത്തോളം ഇഷ്ടമുണ്ടായിരുന്ന ഇല്ല പല ഭാഗങ്ങളിലും. ചീഞ്ഞളിഞ്ഞ ശവത്തിൽ നിന്നും ദുർഗന്ധം ഉയർന്നു വന്നപ്പോൾ ഞാൻ അവളെ ഓർത്ത് നിശ്വസിച്ചിരുന്നു.
അവളെ പറ്റി ഒരു അക്ഷരം പറയരുത്. ദേവൻ ആ ഒരു എന്താ പറയാ വേണുവേട്ടന്റെ ഭാവമാറ്റത്തിൽ അല്പം ഒന്ന് പരിഭ്രാന്തരാകുന്നുണ്ട്. പക്ഷെ അത് മറച്ച് വെച്ചിട്ട് അവനെ കിട്ടും. അതിനും കൂടെ ഞാൻ പറഞ്ഞു വിട്ടേക്കുന്നത് ആ കാശ് അല്ലേ, ഇങ്ങനെ എന്തിനാ വേവലാതിപ്പെടുന്നത് അല്ലേ? അപ്പോ നേരത്തെ നേരത്തെ കാസിമിന്റെ നിലത്തേക്ക് പറഞ്ഞയച്ച തേവനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ എന്താണെന്ന് മനസ്സിലാകാതെ തപ്പിച്ചെന്ന് മാധവന്റെ ചുമല് കുലുക്കിക്കൊണ്ട് എന്താണ് നീ തേവന് ചെയ്തത് എന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. ഞാനൊന്നും വരില്ല എന്നുള്ള രൂപത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. ആ വയലിൽ പോയി നല്ല പണിക്കാരനെ പോലെ വയൽ കാക്കാനായിട്ട് പറഞ്ഞു വിട്ടു. വെള്ളം വെട്ടാൻ ആരെങ്കിലും വന്നാൽ വിട്ടു കൊടുക്കുമെന്ന് പറഞ്ഞു. വേറെ ഒന്നും പറഞ്ഞില്ല, ഞാൻ ഇത്രേ ചെയ്തുള്ളൂ. എടാ ദ്രോഹി, ചേട്ടാ എനിക്ക് പോണം, എനിക്ക് നമ്മുടെ വയലിൽ പോണം അല്ലേ? കാരണം ഇത് കണ്ടിട്ട് എനിക്ക് നിൽക്കാൻ കഴിയില്ല, എനിക്ക് നമ്മുടെ വയലിൽ പോകണം. അങ്ങനെ ഇത് കണ്ടിട്ട് ഇവിടെ ഇത് കണ്ടിട്ട് മാധവൻ പൊട്ടിച്ചിരിക്കുന്നു. ശാന്തി വേണുവിന്റെ കൈ പിടിച്ചുകൊണ്ട് രണ്ടുപേരും മുന്നോട്ട് പോകാനായിട്ട് നിൽക്കുന്നതിന് മുമ്പ് തന്നെ തമ്ര എന്ന് വിളിച്ചുകൊണ്ട് ദേവം വരുന്നു. പെട്ടെന്ന് ശാന്തിയിൽ നിന്നൊരു ആക്രോശം അല്ലെങ്കിൽ ഒരു എന്താ സംഭവം? വേണു ചോദിക്കുന്നു. എന്റെ ദേവാ എന്തു പറ്റി? കാണാൻ കഴിയില്ലല്ലോ. പെട്ടെന്ന് ശാന്തി ഓടി അടുത്ത് ചെന്ന് സാരി കീറി തലയിൽ കെട്ടി കൊടുക്കണം. ഇതെങ്ങനെ പറ്റി? മാധവനെ നോക്കിക്കൊണ്ട് അദ്ദേഹം പറയുന്നു, തമ്ര മമ്മട്ടി വെച്ചടിച്ചമ്ര. മമ്മട്ടി നമ്മളെ കൈക്കോട്ട് അല്ലെ, തല കീറിപ്പോയി. എനിക്ക് വെള്ളം വേണം. എത്ര അങ്ങോട്ട് കൊടുത്തു, ഏന് പറ്റിയില്ല അമ്ര. അതിനു മുമ്പ് ശപ്പൻ വർഗത്തിന്റെ അന്തസ്സയെ പോയി ഒരു ഹിന്ദുവിനെയും തല്ലിക്കൊണ്ട് രണ്ടു കാലം നടന്നു പോകാമോടോ അവൻ. നിനക്കൊക്കെ ചോറ് തരുന്നതും പട്ടിക്കെടുക്കുന്നതും ഒക്കെ ഒപ്പ. അപ്പോഴും ദേവന്റെ ആ ഒരു അവസ്ഥയിലുള്ള സങ്കടമല്ല, പകരം ഹിന്ദുവിനെ തല്ലിയിട്ട് അല്ലെങ്കിൽ ഹിന്ദു തല്ലും കൊണ്ട് വന്ന് മുസ്ലിം മുഷരിയോട് കൂടി നിൽക്കുന്നു എന്നുള്ളതാണ് മാധവന്റെ വിഷയം. അങ്ങോട്ട് എത്രണ്ണം കൊടുത്തു എന്ന് ചോദിക്കുന്നതിലാണ്. അപ്പോഴും സഹി കെട്ടി നിൽക്കുന്ന വേണു മാധവനോട് നിർത്താൻ ആവശ്യപ്പെടുന്നുണ്ട്. എല്ലാത്തിനും ഒരു അതിരുണ്ടെന്ന് പറഞ്ഞു കൊടുക്കുന്നു. എനിക്ക് അതൊക്കെ തന്നെ പറയാനുള്ളൂ. സ്വന്തം അമ്മാച്ചനെ പിടിച്ചെടുപ്പിക്കും പോലല്ലോ ഇത്ര അൻപുള്ള ആണാണെങ്കിൽ അച്ഛൻ ചത്തപ്പോ ഒരു അല്ലെ ആളുകാറാൻ മേലയിൽ സന്യസിക്കാൻ പോയിരിക്കും. വീണ്ടും 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 ഈ പറയുന്ന അമ്മാച്ചനായിട്ടും അച്ഛൻ ഭാഗത്തിൽ നിന്ന് വരുന്നത്. ഏതായാലും മാധവ നിന്നോട് നിർത്താനാണ് പറഞ്ഞത്. തല പിടർന്ന് രക്തം തൂവി വന്നിരിക്കുന്ന തേവന് ആലോചിച്ച് നോക്കണം. സ്വന്തം പാടത്ത് ഇതായിട്ട് പോയിട്ട്
ഈ പറയുന്ന തലയും പൊട്ടി രക്തം ഒലിപ്പിച്ചു വന്ന തേവനെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും കൂട്ടാക്കാതെ ചോദിക്കുന്ന എന്താ, പറയുന്നത് എന്താ? ഓ, ഒന്നും കൊടുക്കാതെ വന്നിരിക്കുന്ന തല്ലും കൊണ്ട് വന്നാൽ എനിക്ക് വേണ്ട. മാധവൻ നിർത്താനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ഒന്നുകൂടി ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? മാധവന്റെ ചോദ്യം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇല്ലെങ്കിലോ? വേണു ഈ പറയുന്ന പോലെ തന്നെ മൂപ്പർക്ക് ആകണ ദേഷ്യം കയറിയിട്ട് മുന്നോട്ട് എടുക്കുകയാണ്. കണ്ണു കാണാൻ വയ്യെങ്കിൽ എന്ത്, മറുജാതിയുടെ മാനം നേടാൻ നടക്കുന്ന യോഗ്യൻ മാധവ, വീണ്ടും വിളി. ആ നിർത്തത്തില്ല. എന്ത് ചെയ്യും കാണട്ടെ. അത്രയ്ക്ക് അല്ലെ, എന്താ കാണാ, നിങ്ങൾ എന്ത് ചെയ്യാ? മുഴുമിക്കാൻ പറ്റില്ല അത്രയ്ക്ക് എന്ന് പറഞ്ഞ പ്പെടുന്നതിന് മുമ്പ് വേണുവിന്റെ കൈ മാധവന്റെ ചെകിട്ടിൽ പ്രതീക്ഷിച്ചല്ല. ഒന്നുമില്ല, ഒറ്റയടിക്ക് ഒരു അടി കവളില് കിട്ടിയപ്പോ എന്താ ചെയ്യേണ്ടെന്ന് അറിയാതെ ശശിയായിട്ട് നിക്കാന്നൊക്കെ പറയില്ല, അതാണ് അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇവിടെ അതിന് ഉപയോഗിച്ച വാക്ക് ഇതികർത്തവ്യ മൂഢനായി അല്പസമയം ഇങ്ങനെ നിൽക്കുകയാണ്. കിളി പോയി സ്റ്റക്കായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ശാന്തി ഏട്ടനെ വിളിക്കുന്നു. അവനെന്താ സംഭവിച്ചറിയാതെ തല പൊക്കി വീണു കോപത്തിന് പറഞ്ഞു. അടി വീണ്ടും, ഇതെന്റെ വീടാണ്, ഇത് എന്റെ മാത്രം വീടാണ്. നീയും അവളും എന്റെ ചോറാണ്ടാ, എന്റെ ചോറ്. ഓരോ ഇഞ്ച് ചതയും ഓരോ ഇറ്റ് ചോരയും അത് എന്റേതാണ്. കണക്ക് വേണ്ടില്ല. തടയാൻ മാധവന് തടയാൻ പറ്റിയില്ല. ഇനി അങ്ങോട്ട് പറ്റുമില്ല. ശരി, മടി ഭാരമാണ്. വലിഞ്ഞു കയറിയവൻ ശാന്തി പറയുന്നുണ്ട്, ഏട്ടാ ഞാനും വരട്ടെ, എന്നെ കൂടി കൊണ്ടുപോകൂ. ചേർന്നു ഇവർക്ക് പൈസ എന്ന മറ്റു കാര്യങ്ങൾ അല്ലെ, വലിയ രൂപ ശബ്ദം ഉണ്ടാക്കുന്ന രൂപത്തിൽ എന്താണ് ഒരു പ്രകടനം എന്ത് ചെയ്യുന്ന കാണിക്കുന്നു അല്ലെ. അങ്ങനെ മേലേക്ക് പറഞ്ഞ് പൈസ പിടിക്കേണ്ട കയ്യിൽ പൈസ കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോ വേണുവേട്ടനോട് ശാന്തി എന്നെയും കൊണ്ടുപോകാനായിട്ട് പറയുന്നുണ്ട്. ഒരിന്റെ ഇവിടെയാണ്. അപ്പോ ശാന്തി, ഈ ചേട്ടൻ പറയുന്നത് കേൾക്ക്. നീ ഇപ്പോൾ ഇറങ്ങരുത്. കാരണം ആ വീട്ടിലെ ഏറെക്കുറെ ശാന്തിയും ഒരുപോലെയാണ്, വേണുവിനെ പോലെ തന്നെ.
അതുകൊണ്ട് തന്നെ ഈ കാപട്യം അറിയാത്ത ഒരു പെൺകുഞ്ഞാണ് നീ. ഈ ലോകം നിനക്കോ അതുപോലെ തന്നെ ഈ ലോകത്തിന് നീയോ നിന്നെ കൊണ്ടുപോകും. എവിടേക്കെന്ന ശാന്തിയുടെ ചോദ്യം. ഏതെങ്കിലും കളി. അയ്യോ ചേട്ടാ, സാരമില്ല നീതി. ശ്മശാന ഭീകരയിൽ നിന്നുള്ള ഓട്ടം അവസാനിച്ചിട്ടില്ല. വീട്ടിൽ ഞാനായിരുന്നു ചേട്ടന്റെ വടി. പക്ഷെ ഇന്ന് ചേട്ടാ, ശാന്തിയെ സമാധാനിപ്പിച്ചുകൊണ്ട് വടി എടുത്തുകൊണ്ടുവരാനായിട്ട് ആവശ്യപ്പെടും. ശാന്തി കരഞ്ഞുകൊണ്ട് വടി എടുത്തുകൊണ്ടുവരുമ്പോ ദേവൻ പെട്ടെന്ന് ആ വടി പിടിച്ചു വാങ്ങി ചവിട്ടി എന്താണ് ക്ഷമിക്കണം ദേവ, ചേട്ടന്റെ വടി. ദേവൻ നടന്ന് വടി ഇരിക്കേണ്ട സ്ഥാനത്ത് ചെന്ന് വേണുവിന്റെ കൈ പിടിച്ച് തന്റെ തോളിൽ ചേർത്തിട്ട് എന്താ പറയുന്നേ? നടക്കമ്പ്ര, ഇനി തമ്പ്രാന്റെ വടി ഈ തേവന. ഈ വടി ഒടിഞ്ഞിട്ടേ ഈ തമ്പ്രാൻ വീഴുള്ളൂ. അതിനാണ് ആ ഒരു എന്താ പറയാ, വടി ഒടിച്ചതിന് ശേഷം അദ്ദേഹം പറയുന്നുണ്ട്, ഇനി ഞാനാണ് തമ്പ്രാന്റെ വടി. ഈ വടി ഒടിഞ്ഞിട്ട് മാത്രമേ ഇനി തമ്പുരാൻ വീഴുള്ളൂ. നടക്കമ്പ്ര. ശാന്തിക്ക് കരച്ച്, മാധവന്റെ പരിഹാസം, പൊട്ടിച്ചിരി. തേവനും വേണുവും ശാന്തി പറയും, അപർമതി, ഞാനും തേവനും അവിടേക്കാണ് പോകുന്നത്. എത്ര ദൂരം നടക്കണം? ഒരു രൂപ വളരെ ദൂരം പോകണം. നമ്മളുടെ സ്ഥലത്ത് ഒരു ദിവസം ഞങ്ങൾ എത്തിത്തീരുക തന്നെ ചെയ്യുമെന്ന് വേണുവിന്റെ മറുപടി. ഞാൻ എന്ത് തരും എന്റെ ചേട്ടന്? കരളിന്റെ ഉള്ളിലുള്ള സ്നേഹം, അത് മതി. ഒരു നിമിഷം ഞാൻ അകത്ത് പോയി വരട്ടെ ചേട്ടാ, എന്തെങ്കിലും. പെട്ടെന്ന് മാധവന്റെ ഇത്, ഓ, എന്റേതൊന്നും സ്വീകരിക്കാതില്ല പോക്ക്. എന്റേതൊന്നും ഇല്ലാതെ എന്തുണ്ടടി നിനക്ക് സ്വന്തമായിട്ട് അവിടെ, അല്ലേ? ഒക്കെ എന്റേതാണ്, വേറൊരു സ്ഥാനം അവിടെ ഇല്ലല്ലോ. ശാന്തി ഒരു നിമിഷം ആലോചിച്ച് നിന്നിട്ട് ഒരു റാന്തലെടുക്കുന്നു. ഇത് എന്റേതാണ്, നിങ്ങളുടേതല്ല. ഇതെനിക്ക് സ്കൂളിൽ നിന്ന് വെച്ച് കിട്ടിയ സമ്മാനം. വേണുകേട്ടാ, നിൽക്കൂ. ഈ വിളക്കിരിക്കട്ടെ. ചേട്ടന്റെ കയ്യിൽ വഴിയിൽ ഇത് വെളിച്ചം തരും. ചേട്ടന് പോകേണ്ടത് സബർമതിയിലേക്കാണ്. സബർമതിയിലേക്കുള്ള യാത്രയിൽ നന്മയുടെ പാതയായിട്ട് ഈ വെളിച്ചം ഉണ്ടാകും. ഇവിടെ ഇരുട്ടാണ്, ഇവിടെ ഇതിന്റെ ആവശ്യമില്ലെന്നുള്ള ശാന്തിയുടെ വാക്കുകൾ. ദേവന്റെ കയ്യിൽ വിളക്ക്. ശാന്തി എത്തണം, സബർമതി ദൂരെയുണ്ട്. പോകട്ടെ, പോട്ടെ നിധി. ഓംബ്ര. മാധവന്റെ പരിഹാസം ഇപ്പോഴും നിന്നിട്ടില്ല. ചേരേണ്ടത് ചേർന്നു. ഇതുതന്നെ യോഗ്യത, മാനം,
അന്തസ്. രംഗത്ത് ദീപം മുഴുവൻ റാന്തൽ മറയുമ്പോൾ അണയ്ക്കണം. ശാന്തി ദൂരെ ദൂരെ അകന്നു പോകുമ്പോൾ വെളിച്ചവും അതോടകലുന്ന നിഴലുകളും നോക്കി നിൽക്കുകയാണ്. മാധവന്റെ ഒരു വലിയ നിഴൽ കാണാം. വേണുവിന്റെ ഒടിഞ്ഞ ഊന്നുവടി അയാൾ കുനിഞ്ഞെടുക്കുന്നു. ചിന്തിച്ചു കൊണ്ടെന്ന പോലെ ആ വടിയുടെ ഒടിഞ്ഞ കഷ്ണങ്ങൾ യോജിപ്പിക്കാൻ ശ്രമിക്കുന്നു. ശാന്തി പറയുന്നു, ഇത് ഒടിഞ്ഞതായിരിക്കട്ടെ, പിന്നെ പഴയ പോലെ ആക്കാൻ കഴിയില്ല, അത് മുഴച്ചിരിക്കും. മാധവൻ പറയുന്നു, ഇവിടെ ആർക്കും അതൊന്നും ഏച്ചു കെട്ടേണ്ട ആവശ്യമില്ല. ഒരൊറ്റയേറെ ദൂരേക്ക് ആ വിളക്കും മാഞ്ഞുപോയി. നവക്കലി ഇത് നവക്കലിയാണ്. ഏറ്റവും സുന്ദരമായ, സ്വാതന്ത്ര്യം നിലകൊള്ളുന്ന, സമാധാനം നിലകൊള്ളുന്ന ആ ഒരു എല്ലാവരുടെയും സബർമതി നമ്മളുടെ അകലെ എവിടെയോ ഉണ്ട്. അടുത്തുള്ള നവക്കലി പെട്ടെന്ന് തേടി പിടിക്കും. വളരെ ദൂരെയാണ്, പക്ഷേ എത്തില്ലേ? എത്തും. മാധവൻ പൊട്ടിച്ചിരിക്കും. ശാന്തി സബർമതി ദൂരെയാണ്. സബർമതി ദൂരെ. നാടകത്തിന്റെ ഭാഗം. നമ്മളുടെ എല്ലാവരുടെയും അടുത്ത്, ഏറ്റവും അടുത്ത് നിലയുള്ളത് നവക്കലിയാണ്. നമ്മൾ പലപ്പോഴും സ്വപ്നം കാണുന്നത്, ആഗ്രഹിക്കുന്നത് സബർമതിയാണ്. സബർമതി ഒരുപാട് ദൂരെ ആയിരിക്കാം. അങ്ങോട്ടുള്ള യാത്രകൾ വളരെയധികം കഷ്ടതകൾ നിറഞ്ഞായിരിക്കാം. നമ്മൾ അങ്ങോട്ട് എത്തിയാൽ പിന്നെ നമ്മളുടെ ജീവിതം അത്രമേൽ സമാധാനപൂർണമായിരിക്കും. ആ പ്രയാസങ്ങളും ആ ദൂരവും നവക്കലിയെ തിരഞ്ഞെടുത്താൽ ആ നവക്കലി നമുക്ക് സമ്മാനിക്കുന്നത് ദുഃഖങ്ങളും കഷ്ടതകളും സബർമതിയെ തേടി ഓരോ വായനക്കാരനും പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വേണുവേട്ടനും തേവനും ശാന്തിയുടെ മനസ്സിനുമൊപ്പം നമുക്കും സബർമതി ലക്ഷ്യമാക്കിയുള്ള യാത്ര തിരിക്കും. വളരെ മനോഹരമായ, വളരെയധികം അർത്ഥവത്തായ ഒരു പ്രമേയം അവതരിപ്പിക്കുന്ന നാടകം സബർമതി ദൂരെയാണ്. എല്ലാവർക്കും ആശയങ്ങളെല്ലാം വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കുറിച്ചു വെച്ച് ചോദിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. സോ അടുത്ത ക്ലാസ്സിൽ ചർച്ചകളുമായി നന്ദി, നമസ്കാരം.